ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അമൃതബിന്ദവഃ എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു ആമുഖം തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സംസ്കൃത ഭാഷ സംസ്കൃത വാഹിനി ഭവതി. സംസ്കൃത ഭാഷ സംസ്കാരത്തെ വഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതിൽ കുറേ ഉപദേശങ്ങളും, അതുപോലെ തന്നെ സംസ്കൃതത്തിൽ വസുദൈവ കുടുംബകം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ ഇതുപോലെയുള്ള ചൊല്ലുകളും ഭാരതീയ സംസ്കാരത്തിനെ വിളിച്ചു കാണിക്കുന്ന ഇതേപോലെയുള്ള കുറേ ചൊല്ലുകളൊക്കെ സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് സുഭാഷിതങ്ങൾ, വിക്രമചരിതം, ചാണക്യനീതി, വിക്രമാംഗ ദേവചരിതം, സുഭാഷിത ഭാണ്ഡാക്യാരം, നീതിശതകം ഇതുപോലെയുള്ള സുഭാഷിതങ്ങൾ ഉൾക്കൊള്ളുന്ന സുഭാഷിത ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ്. ഇതുപോലെയുള്ള സുഭാഷിതങ്ങളൊക്കെ എന്ത് സഹായിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ അവരുടെ ധർമ്മം അനുഷ്ഠിക്കാനും അവരുടെ കർത്തവ്യം ചെയ്യാനും ഒക്കെ സന്മാർഗത്തിൽ നടക്കാനുമൊക്കെ കുട്ടികളെ പ്രേരിപ്പിക്കും. ഈ സുഭാഷിതങ്ങൾ പ്രേരിപ്പിക്കുമെന്നാണ് ഈ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. പ്രഥമ വയസി ദത്തം തോയമൽപം സ്മരന്തഃ ശിരസി നിഖിതഭാരാഃ നാളീകേല നരാണാം സലിലമമൃതകൽപം ദത്യുരാജീവനാന്തം നാഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. പ്രഥമ വയസി ദത്തം തോയമൽപം സ്മരന്തഃ. പ്രഥമ വയസ്സെപ്പോഴാണ്? ചെറുപ്പത്തിൽ, കുട്ടിയായിരുന്നപ്പോൾ, ബാല്യകാലത്തിൽ ദത്തം ലഭിച്ച തോയം അല്പം, തോയം ജലത്തെ ഓർത്തിട്ട്, അപ്പോൾ ചെറിയ പ്രായത്തിൽ ലഭിച്ച ആ ഒരു ജലത്തെ ഓർത്തിട്ട്, അല്പം സ്മരന്തഃ എന്ന് വെച്ചാൽ എന്താ? ഓർത്തിട്ട്. ശിരസി നിഖിത ഭാരാഹ നാളീകേര നരാണം. ശിരസ്, തലയിൽ അധികമായ ഭാരം വെച്ചിട്ട്. നാളീകേരം എന്താണ്? തെങ്ങ്. അപ്പം നാളീകേരം നരാണാം, മനുഷ്യർക്ക് വേണ്ടി. അപ്പം ചെറുപ്രായത്തിൽ ലഭിച്ച ആ ഒരു ജലത്തെ ഓർത്തിട്ട് ഈ മനുഷ്യർക്ക് വേണ്ടി തലയിൽ അധിക ഭാരവുമായി വെച്ച് നിൽക്കുന്നു. ആര്? നമ്മുടെ നാളീകേര വൃക്ഷം. സലിലം അമൃതകൽപ്പം ദത്യുരാജീവനാന്തം നാഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. അമൃതകൽപ്പം, അമൃതിന് തുല്യമായിട്ടുള്ള ജലം നൽകുന്നു. ആജീവനാന്തം കാലം, അതായത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതെന്ത് ചെയ്യുന്നു? തെങ്ങ് ആ പ്രഥമ വയസ്സിൽ കൊടുത്ത ആ ഇച്ചിരി മാത്രം ജലത്തെ ഓർത്തിട്ട് മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ആജീവനാന്ത കാലം എന്ത് ചെയ്തു? ശിരസിൽ തലയിൽ അധിക ഭാരവും ചുമന്ന് അമൃതത്തിന് തുല്യമായിട്ടുള്ള അതിൻ്റെ ജലം നൽകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നാഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും അതിന് ചെയ്തിട്ടുള്ള ഉപകാരം ഒരിക്കലും മറക്കുന്നില്ല എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം വരുന്നത്. എന്താണ്? സജ്ജനങ്ങൾ ആരാണ്? നല്ല ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മറ്റുള്ളവർ നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ സുഭാഷിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനിയും ഈ ശ്ലോകത്തിലെ പദച്ഛേദം നോക്കാം. 2 പദങ്ങൾ ഒന്നായിട്ട് വരുന്ന ഒരു പദത്തെ നമ്മൾ 2ആയിട്ട് മുറിച്ച് മാറ്റാണ്. സാധവോ വിസ്മരന്തി. അതെങ്ങനെ പദച്ഛേദം ചെയ്യും? സാധവഃ അധികം വിസ്മരന്തി. അടുത്തത് നാളീകേര നരാണാം. അതെങ്ങനെ പദച്ഛേദം ചെയ്യുന്നേ? നാളീകേലഃ അധികം നരാണാം. ദത്യുരാജീവനാന്തം. അതെങ്ങനെ പദച്ഛേദം ചെയ്യും? ദത്യുഹു അധികം ആജീവനാന്തം. ഇനി ഇതിൽ വിഗ്രഹം നോക്കാം. നിഖിതഭാരാഹ. നിഖിതഭാരാഹ എങ്ങനെ വിഗ്രഹിക്കാം? നിഹിതാഹ ഭാരാഹ യൈ തേ. അതാണ് നിഹിതഭാരാഹ. അടുത്തത് അമൃതകൽപ്പം. അമൃതേന തുല്യം. ഇതാണ് അമൃതകൽപ്പം. ആജീവനാന്തം. ജീവനാന്തം യാവത്. അതാണ് ആജീവനാന്തം. ഇനി ഇതിൻ്റെ അന്വയം നോക്കാം.
പ്രഥമവയസി ദത്തം അല്പം തോയം സ്മരന്തഃ നാളീകേലഃ ശിരസി നികിതഭാരാः നരാണാം കൃതേ അമൃതകൽപ്പം സലിലം ആജീവനാന്തം ദദ്യുഃ. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ബാല്യകാലേ സിക്തം അല്പമാത്രം ജലം സ്മരന്താः നാളീകേലവൃക്ഷാः മനുഷ്യാണാം കൃതേ ആജീവനം അമൃതതുല്യം സ്വാദിഷ്ടം ജലം വഹേയു. സജ്ജനാः അന്യേः കൃതം ഉപകാരം ആജീവനം ന വിസ്മരന്തി ഇത്യർത്ഥഃ. നാളീകേലവൃക്ഷത്തിന് തെങ്ങിന് ആരും അങ്ങനെ ജലമൊന്നും കൊടുക്കുന്നില്ല. അതിന് ആദ്യമേ കൊടുക്കുന്ന കുഞ്ഞി പ്രായത്തിൽ കൊടുക്കുന്ന കുറച്ച് ജലമായിരിക്കും. അത് ഓർത്തിട്ട് അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ തലയിൽ അധിക ഭാരം ചുമന്ന് എന്നിട്ട് അമൃതതുല്യമായിട്ടുള്ള അതിൻ്റെ ജലം മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുന്നു. മനുഷ്യരാദ്യമേ കൊടുത്ത ഇച്ചിരി ജലം ഓർത്തുകൊണ്ട് അത് തെങ്ങെന്ത് ചെയ്യുന്നു, മനുഷ്യർക്ക് വേണ്ടി അതിൻ്റെ അമൃതതുല്യമായിട്ടുള്ള ജലം നൽകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സജ്ജനാഹ നല്ല ആളുകൾ, മറ്റുള്ളവർ അന്യേഹി കൃതം ഉപകാരം മറ്റുള്ളവർ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.